രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ ജയശങ്കർ, ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, തൃശൂർ പൂരം കലക്കി, അതോടൊപ്പം തന്നെ അഴിമതി ആരോപണം, പണം വാങ്ങി യൂട്യൂബറുടെ കയ്യിൽ നിന്ന്, ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടും ഒരു തരത്തിൽ പോലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്തത്, ഒരു വിശദീകരണം പോലും വരാതെ ഇത്രയധികം സംരക്ഷിക്കാൻ ആർക്കായിരിക്കും താല്പര്യം? അല്ല, ഈ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, തൊണ്ടയിൽ പുഴുത്താൽ വിഴുങ്ങാൻ മാർഗമുള്ളൂ. ഇവിടെ സംഭവിച്ചിട്ടുള്ള അതാണ്. ഇവര് രണ്ടുപേരല്ല 3 പേരും സാറിന് ഒരുപോലെ പ്രിയങ്കരനാണ്. PV അൻവർ MLA എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായിട്ടുള്ള ആളാണ്. സാധാരണ മാർക്സിസ്റ്റ് MLA-മാർക്കോ അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ മറ്റേ MLA-മാർക്കും ഭരണപക്ഷത്തുള്ള മറ്റേ MLA-മാർക്കും ഇല്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ, പ്രിവിലേജസ് അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിട്ട് ഇപ്പോ വേറെ ഏതെങ്കിലും MLA-ക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഈ തുടലൂരിയ ആ ഒരു ആൾസേഷൻ നായാണ്. ആരെ നോക്കി കുറയ്ക്കാനും ആരെ കടിക്കാനും ലൈസൻസ് ഉള്ള ഒരാളാണ്. അത് കടി കേൾക്കുന്നവർ സഹിക്കല്ലാതെ ഒരു മാർഗമില്ല. മുഖ്യന്റെ താല്പര്യപ്രകാരമാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള എല്ലാവർക്കും അറിവുള്ളതാണ്. പിന്നെ അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മണി പവറും മസിൽ പവറും ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് CPM-കാർക്ക് തന്നെ അദ്ദേഹത്തെ ഒരു പരിധിവരെ അംഗീകരിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ഓച്ചാനിച്ച് നിൽക്കുകയും മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് അൻവറിന്റെ പേരിൽ നടപടി രാഷ്ട്രീയമായിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഇവിടെ മുകേഷിന്റെ പേരിൽ ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് അൻവറിന്റെ പേരിൽ നടപടി എടുക്കുന്നത്. അപ്പൊ അത് സംഭവിക്കുമല്ലോ. പിന്നെ ചെയ്യാവുന്നത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ സീറ്റ് അത് വളരെ പ്രധാനമായിരുന്നു. അവിടെ BJP ജയിച്ചു, സുരേഷ് ഗോപി ജയിച്ചു. നോക്കൂ, അവിടെ മത്സരിച്ച CPI സ്ഥാനാർത്ഥി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പൂരം കലക്കിയതിന് പിന്നിൽ അവിടുത്തെ പോലീസ് ആണെന്ന്. അതിന് പിന്നിൽ ഇപ്പോൾ MR അജിത് കുമാർ ആണെന്ന് ഭരണപക്ഷത്തു നിന്നുള്ള PV അൻവർ MLA പറയുകയാണ്. എന്നിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കുന്നില്ല. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ തൃശ്ശൂർ പൂരം കലക്കിയത് പോലീസാണെന്നുള്ളത് പറയാനായിട്ട് PV അൻവറിന്റെ ആവശ്യമില്ലല്ലോ. അതിന് തൃശ്ശൂർ മത്സരിച്ച തോറ്റ സ്ഥാനാർത്ഥിയുടെ ആവശ്യമില്ലല്ലോ. അത് തൃശ്ശൂർ പൂരത്തിന് പോയ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക്, ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനാണ് ആ പൂരം കലക്കിയത്. അത് വേറെ കഥയാണ്. അതിന് അജിത് കുമാറിന്റെ പിന്തുണ ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഒരുപക്ഷെ ഇയാളെ അവിടെ നിയമിച്ചത് അജിത് കുമാർ ആയിരിക്കാം. പൂരം കലക്കിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നിരുത്തരവാദപരമായ പ്രവൃത്തി കൊണ്ടാണ് പൂരം കലക്കിയത്. പക്ഷെ ഇവിടെ അതിനേക്കാൾ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അഴിമതി, കെടുകാര്യസ്ഥത, അവിഹിതമായി സ്വത്ത് സമ്പാദിക്കൽ, ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. MR അജിത് കുമാർ വളരെയധികം അഴിമതിക്കാരനാണ്. അദ്ദേഹം അഴിമതി കണ്ടുപിടിച്ച ഒരാളാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അദ്ദേഹത്തെ എന്തിനാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത്? ഇവിടെ ഒരു DGP ഉണ്ടല്ലോ അല്ലേ, സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ്. അദ്ദേഹത്തിന് എന്ത് ജോലിയുള്ളൂ? അദ്ദേഹം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അദ്ദേഹത്തിന് സത്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ ഒരു ഭംഗിക്ക് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഓണത്തിന് തൃക്കാക്കരത്തിന് ഉണ്ടാക്കി വെക്കുന്ന പോലെ ഭംഗിക്ക് ഒരു DGP. വയനാട്ടിലൊന്നും DGP അല്ല ഉള്ളത്, ADGP MR അജിത് കുമാർ തന്നെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത്. എല്ലായിടത്തും ADGP അജിത് കുമാറാണ് ഉള്ളത്. അദ്ദേഹമാണ് കേരളത്തിൽ പോലീസിന്റെ യഥാർത്ഥ മേധാവി. അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് കേരളത്തിലെ പോലീസ് സംവിധാനം അല്ല രാഷ്ട്രീയ സംവിധാനം തന്നെ ചലിക്കുന്നത്. ഇന്ത്യൻ പോലീസ് സർവീസിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ വിജയൻ എന്ന് പറഞ്ഞ IPS-കാരനെ സസ്പെൻഡ് ചെയ്ത് എന്തിനുണ്ടില്ല? MR അജിത് കുമാറിന് അയാൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ്. MR അജിത് കുമാറിന്റെ താളത്തിന് തുള്ളുന്ന ഒരു സംവിധാനമാണ് ഈ പോലീസ്. കേരളത്തിലെ പോലീസ് മേധാവി ആണെങ്കിലും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആണെങ്കിലും ഒരു പരിധി വരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അനാരോഗ്യമുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ നടന്നത് അജിത് കുമാറാണ്. അപ്പൊ അജിത് കുമാർ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിഹിതമായി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ആർക്കാണ് സംശയമുള്ളത്? ഒരു സംശയത്തിന് അവകാശമില്ല. അപ്പൊ അജിത് കുമാർ ഒരു ഭാഗത്തെ കൂടി ഈ കത്തുന്ന പുരയുടെ കഴുക്കോൽ വരുന്നു. PV അൻവർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് അദ്ദേഹം അത് വിളിച്ചു പറയുന്നു. ഇത്ര കാര്യമുള്ളൂ. അല്ലാതെ ഉണ്ട് അതിന് വലിയ ദാർശനിക തലമൊന്നുമില്ല. സർക്കാരിന് ഒന്നും മിണ്ടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു. അല്ല, ഇന്നലെ പാർട്ടി സെക്രട്ടറി മറുപടി അൻവറിന്റെ പരിമിതികൾ ഉണ്ടെന്നായിരുന്നു. അതായത് ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണപക്ഷ MLA ഉന്നയിച്ചതിനെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അൻവറിന്റെ പരിമിതികളെ കുറിച്ചായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത്. അതെ, അതല്ലേ പറ്റുള്ളൂ. അൻവറിന്റെ പരിമിതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പരിമിതി ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പാർട്ടി ബാധകമല്ല, പാർട്ടി ഡിസിപ്ലിൻ ബാധകമല്ല, പാർട്ടി ഭരണഘടന ബാധകമല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ആളുണ്ട്. ഇദ്ദേഹത്തെ ഈ CPM-കാരെ കൈവിട്ടാൽ പുള്ളി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ പുള്ളി മുസ്ലിം ലീഗിൽ ചേരും. പുള്ളി അതേ സ്ഥാനത്ത് തുടരും. പണ്ട് മഞ്ഞളാങ്കുഴി അലിക്ക് പുറത്താക്കിയത് ഓർമ്മയില്ലേ? ആർക്ക് പോയി? അലിക്ക് പോയില്ല, പാർട്ടിക്ക് പോയി.
മഞ്ഞളംകുഴി അലി പക്ഷേ ഇതുപോലെ ഗുണ്ടായുസത്തിന് പോയിരുന്ന ആളായിരുന്നില്ല. ഇയാൾക്ക് ഗുണ്ടായുസവും കൂടി ഉണ്ട്. അപ്പോൾ പണമുണ്ട്, ഗുണ്ടായുസവും ഉണ്ട്. ഇത് രണ്ടും കൂടി ഉള്ള ഒരാളാണ് അൻവർ. അൻവറിനെ പിണക്കി കഴിഞ്ഞാൽ അൻവർ വേറെ പലതും വിളിച്ചു പറയും. നേതാക്കന്മാരുടെ അഴിമതി വിളിച്ചു പറയും. എവിടെയൊക്കെ അവിഹിതമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഏതൊക്കെ സർവേ നമ്പറിൽ വസ്തുണ്ട് എന്നൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ ഏതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുകൂടി പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അൻവറിനെ സഹായിക്കണം. അജിത് കുമാറിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അജിത് കുമാർ ഇവരുടെ ഒരു കയ്യാളായിട്ട് നിന്ന് ഈ സകലവിധ കൊള്ളരായ്മകളും ചെയ്താൽ മതി. അപ്പൊ അയാൾ അത് സഹിക്കണം. ഇത്ര കാര്യമുള്ളൂ. അപ്പൊ ഇത് അബദ്ധം പറ്റിയത് സുജിത് ദാസ് എന്ന് പറഞ്ഞ ബുദ്ധിയില്ലാത്തവനാണ്. അവൻ ഈ സത്യങ്ങളൊക്കെ ഫോണിൽ കൂടി പറയുകയും അതെല്ലാം അൻവർ റെക്കോർഡ് ചെയ്ത് ബഹുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സുജിത് ദാസ് നമ്മുടെ പോലീസ് മേധാവി അജിത് കുമാറിനെ പറ്റി പറഞ്ഞിട്ടു. അതിൽ കവിഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പോ ഒരു സ്ഥിരീകരണം വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമാ മേഖലയിൽ പണ്ട് തൊട്ടേ ചൂഷണം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിന് സ്ഥിരീകരണമായി എന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. പക്ഷെ സ്ഥിരീകരണമായിട്ട് പോലും ഒരു നടപടി, ഇപ്പൊ സുജിത്ദാസിനെതിരെ പോലും ഒരു നടപടിയില്ല. അതാണ് അത്ഭുതം. ADGPക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്, അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സുജിത്ദാസിന് പോലും എതിരെ പോലും അച്ചടക്ക നടപടിയില്ല. അയാൾക്കെതിരായിട്ട് എങ്ങനെ നടപടി എടുക്കാൻ പറ്റും? അയാൾക്കെതിരെ എങ്ങനെ നടപടി എടുക്കാൻ പറ്റും? ഒന്നുകിൽ അയാൾ പറഞ്ഞ തെറ്റാണ് എന്ന് പറയണം, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ് ശരിയാണെന്ന് പറയണം. രണ്ടായാലും കുടുങ്ങിയില്ലേ? രണ്ടാം കുടുങ്ങും. അതുകൊണ്ട് മിണ്ടാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഹിക്കാൻ മാർഗം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൊണ്ടയിൽ പുഴുത്താൽ വിഴുങ്ങണം. ഇപ്പൊ വിഴുങ്ങുന്ന കണ്ടീഷനാണ്. മുകേഷിനാണെങ്കിലും ശരിയാണ്, അൻവറിനാണെങ്കിലും ശരിയാണ്, അജിത് കുമാറിനാണെങ്കിലും ശരിയാണ്.